നമസ്കാരം. നമ്മളെല്ലാവരും കടകളിൽ പോയി ധാരാളം സാധനങ്ങൾ വാങ്ങുന്നു. മിക്കവാറും എല്ലാവരും വില നോക്കി തന്നെയാണ് വാങ്ങുന്നത്. നമ്മൾ എപ്പോഴും MRP നോക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ ഇതിന്റെ ഇടയിലും നമ്മൾ അറിയാതെ നഷ്ടപ്പെടുന്ന ചില പരിപാടികളുണ്ട്. ഉദാഹരണത്തിന് 1/4 കിലോയുടെ ഒരു ചായപ്പൊടി വാങ്ങുകയാണെങ്കിൽ 75 രൂപ, 1/2 കിലോയുടെ വാങ്ങുകയാണെങ്കിൽ 150. സ്വാഭാവികമായിട്ടും അതിന് 5 രൂപ കുറവായിരിക്കും എന്നാണ് ധാരണ. ചില കേസുകളിൽ അങ്ങനെയല്ല, തിരിച്ചാണ്. ചെറിയ ചെറിയ പാക്കറ്റുകൾക്കാണ് വിലക്കുറവ്. നമ്മൾ ഇത് പലരും അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നു. ദ്രാവക രൂപത്തിലുള്ള അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള ഏത് സാധനമാണെങ്കിലും 1 ml എത്ര പൈസ വരുന്നു, മറ്റു സാധനങ്ങൾക്കാണെങ്കിൽ 1 ഗ്രാമിന് എത്ര പൈസ വീതം വരുന്നു എന്ന് കൃത്യമായിട്ട് എല്ലാ പാക്കറ്റുകളിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആരും ഇത് നോക്കുന്നില്ല. ചെറിയ പാക്കറ്റിന് വില കൂടുതലും വലിയ പാക്കറ്റ് വില കുറവും എന്ന ധാരണയിൽ പലപ്പോഴും വാങ്ങി പോകുന്നു. ചില സമയങ്ങളിൽ കണക്കൂട്ടി നോക്കാൻ നമ്മൾക്ക് എളുപ്പമാണ്. എന്നാൽ ചില ഐറ്റംസ് അങ്ങനെയല്ല. 80 ഗ്രാമിന്റെ ആയിരിക്കാം, 155 ഗ്രാമിന്റെ ആയിരിക്കാം, 320 ഗ്രാമിന്റെ ആയിരിക്കാം. ഇതൊന്നും കമ്പയർ ചെയ്ത് കണക്കൂട്ടിയെടുക്കാനും സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് എളുപ്പം തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം കൊടുത്തിരിക്കുന്നതും. നമ്മൾ എപ്പോഴും സാധനം വാങ്ങുമ്പോൾ MRP അല്ല നോക്കേണ്ടത്. പാക്ക് ഏതുമാകട്ടെ, ചെറിയ പാക്കായാലും വലിയ പാക്കായാലും 50 ഗ്രാം, 100 ഗ്രാം, 500 ഗ്രാം, 1 കിലോ എന്തുമാകട്ടെ, അതിൽ കൊടുത്തിരിക്കുന്ന പെർ ഗ്രാം പ്രൈസ് അല്ലെങ്കിൽ പെർ ML പ്രൈസ് നോക്കിയിട്ട് വേണം വാങ്ങാൻ. ഇല്ലെങ്കിൽ പല കേസുകളിലും നഷ്ടം വരും. സോപ്പ് പൊടി 10 രൂപ പാക്കറ്റുകൾ കൊച്ചു കൊച്ചു കടകളിൽ മാലയായിട്ട് തൂക്കിയിട്ടിരിക്കുന്നതാണ്. 1 കിലോ സോപ്പ് പൊടി വാങ്ങിക്കുന്നതിനേക്കാൾ വലിയ ലാഭമാണ് 10 രൂപയുടെ 10 പാക്കറ്റ് വാങ്ങിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും, ദരിദ്രവായ സ്ഥലം കാണിച്ച് ഇതിനു വേണ്ടി പോകേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചേക്കാം. ചിലർക്ക് ആവശ്യമുണ്ട്, ചിലർക്ക് ആവശ്യമില്ലായിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ എല്ലാവരും വീടുകളിലേക്ക് വാങ്ങിക്കുന്ന ഡിഷ് വാഷർ 500 ml കുപ്പി. 130 രൂപയാണ് ഇതിൽ MRP ഇട്ടിരിക്കുന്നത്. അതേസമയം അതിന്റെ നേർ പകുതിയുള്ള 250 ml ബോട്ടിൽ, ഇതിന്റെ വില 58 രൂപ. ഈ ദരിദ്രവാസത്തിന് എന്തിനു പോണു എന്ന് ചോദിക്കുന്ന ആളുകൾ 130 രൂപ കൊടുത്തിട്ട് ഇത് വാങ്ങിക്കട്ടെ. അവരോടൊപ്പം ഞാൻ വാങ്ങിക്കും 250 രണ്ടെണ്ണം. അപ്പൊ ഞാൻ കൊടുത്തത് 116 രൂപ. 14 രൂപ എനിക്ക് ലാഭം കിട്ടി. പ്രത്യേകിച്ച് ഞാൻ അവിടെ നാണം കിടേണ്ട ആവശ്യമൊന്നും വന്നില്ലല്ലോ. നമ്മൾക്ക് അതിനെപ്പറ്റി അറിയാതെ പോയത് കൊണ്ട് നമ്മൾ അനാവശ്യമായിട്ട് കൂടുതൽ പണം കൊടുക്കുന്നു. അപ്പോൾ ചിലർ സംശയിച്ചേക്കാം, വലിയ വലിയ ബോട്ടിലിൽ വില കൂട്ടി അവർ നമ്മളെ പറ്റിക്കുകയാണോ എന്ന്. അല്ല. ഇതാ നോക്കൂ, 10 രൂപയുടെ ബിസ്ക്കറ്റ് പാക്കറ്റ്. ഇതിൽ എഴുതിയിരിക്കുന്നത് 1 ഗ്രാമിന് 19 പൈസ വെച്ചാണ് വരുന്നത്. അതേസമയം അവരുടെ തന്നെ 25 രൂപയുടെ ഒരു പാക്കറ്റ് ഉണ്ട്. ഈ പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ 1 ഗ്രാമിന് 22 പൈസ. അതായത് 1 കിലോ ബിസ്ക്കറ്റിന് വലിയ പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ 220 രൂപയും ചെറിയ പാക്കറ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ 190 രൂപയും, 30 രൂപയുടെ കുറവ്. വല്ല ബുദ്ധിമുട്ടുണ്ടോ ചെറിയ പാക്കറ്റ് എടുത്തുകൊണ്ട്? നമുക്ക് 30 രൂപ ലാഭം കിട്ടുക അല്ലേ? അങ്ങനെ നമ്മൾ ചെറിയ പാക്കറ്റുകൾ മാത്രം വാങ്ങിയാൽ ആരുടെയെങ്കിലും മുമ്പിൽ നാണക്കേടുണ്ടോ? ആരുടെയെങ്കിലും മുമ്പിൽ മോശക്കാരനാവേണ്ട ആവശ്യമുണ്ടോ? കമ്പനി 2 തരം പാക്കറ്റുകളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു, വ്യത്യസ്തമായ വിലയ്ക്ക്. നമ്മുടെ ഇഷ്ടമാണ് ഏത് വാങ്ങണം, എന്തുകൊണ്ട് വാങ്ങണം എന്ന് തീരുമാനിക്കേണ്ടത്. ഇത് കമ്പനികളോ പ്രസ്ഥാനങ്ങളോ ആരെയും പറ്റിക്കുന്നതല്ല. അവരുടെ ബിസിനസ് ടാക്ടിക്സിന്റെ ഭാഗമായിട്ട് പല പാക്കിങ്ങിലും പല പ്രൈസിങ് കൊടുത്തിരിക്കുന്നു. ഈ പറഞ്ഞ വ്യത്യാസങ്ങൾ എല്ലാ സാധനത്തിലും ഇല്ല. അതുകൊണ്ട് നമ്മൾ കടകളിൽ പോയി ഏത് പാക്കറ്റാണ് അല്ലെങ്കിൽ അതിന്റെ MRP എത്രയാണ് എന്നല്ല നോക്കേണ്ടത്. അതിൽ എഴുതിയിരിക്കുന്ന പെർ ഗ്രാം റേറ്റ് അല്ലെങ്കിൽ പെർ ML റേറ്റ് നോക്കിയിട്ട് വേണം വാങ്ങാൻ. 10 രൂപയുടെ കാര്യത്തിന് വേണ്ടി ചാവേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ പല 10കളും ചേരുമ്പോഴാണ് 100 ആകുന്നതും 500 ആകുന്നതും 1000 ആകുന്നതും. താങ്ക് യു ഫോർ വാച്ചിങ്.